എന്ന് പറയുന്ന നിലയിൽ നവംബർ 1-ന് പുതിയ പ്രഖ്യാപനങ്ങൾ വരാൻ എല്ലാ സാധ്യതയുമുണ്ട്. എന്തൊക്കെയാണ് വരാനിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ? ഒന്ന്, ഒരു DA കൂടി 4%, 3%, 4% DA കൂടി കൊടുക്കാൻ ഒരു സാധ്യതയുണ്ട്. 2, ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിക്കാനും അല്ലെങ്കിൽ സമിതിയെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകിൽ സമിതിയായിരിക്കും, അല്ലെങ്കിൽ ഫുൾ ഫ്ലെഡ്ജിലായിട്ടുള്ള ഒരു കമ്മീഷനായിരിക്കും. പക്ഷെ കമ്മീഷൻ ആകുമ്പോൾ ഒരു പ്രശ്നം, ഇനി ഈ മെയ്ക്ക് മുമ്പ് സമയം കിട്ടുമോ എന്നൊരു സംശയമുണ്ട്. അല്ല, എന്തായാലും ശമ്പള പരിഷ്കരണം ഉണ്ട് എന്നുള്ള മെസ്സേജ്, അതിൻ്റെ സ്റ്റെപ്പ് എടുക്കും എന്ന മെസ്സേജ് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ആശാ വർക്കേഴ്സിൻ്റെ സമരം, അവരുടെ ശമ്പളം ഓണറേറിയം കൂട്ടും, അല്ലെങ്കിലും ഒരു നിയമപരമായ ബാധ്യതയും കൂടി നിൽക്കുന്നുണ്ട്. കാരണം കേന്ദ്ര ഗവൺമെൻറ് കൂട്ടി, സ്വാഭാവികമായിട്ട് അവർ ഇൻസെൻറ്റീവ് കൂട്ടി. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കൂടി ഇൻസെൻറ്റീവ് കൂട്ടിയില്ലെങ്കിൽ പിന്നെ ആരെങ്കിലുമൊക്കെ കോടതിയിലൊക്കെ പോയാൽ സ്റ്റേറ്റിനോട് ചോദിച്ചാൽ അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അവിടെ നിൽക്കുന്നൊരു പ്രശ്നം, ആശാ വർക്കേഴ്സിൻ്റെ സമരം അത് നടത്തുന്നതിൻ്റെ, സമരം ഇപ്പം നടത്തുന്നതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ പാർട്ടി കൂടെ ഉണ്ട്, അവരുടെ പിന്തുണ കൂടെ ഉണ്ട്. SECA എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ കൂടെ ഉണ്ട്. അവരും രാഷ്ട്രീയമാണ് ഇതിനകത്ത് വ്യക്തമായി നോക്കും. കാരണം ഒരു സംഘടനയാണല്ലോ. അതെന്താണ് അവർ നോക്കുന്നത്? അങ്ങനെ ഞങ്ങൾ സമരം ചെയ്തത് കൊണ്ടാണ്, സമര കാലയളവിൽ തന്നെ, ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സർക്കാർ പ്രഖ്യാപിക്കണം. സർക്കാരിൻ്റെ ചിന്ത എന്താണെന്ന് വെച്ചാൽ, സർക്കാരിൻ്റെ എന്ന് പറയുമ്പോൾ യൂണിയൻകാരുടെ എല്ലാവരും ചിന്ത എന്ന് വെച്ചാൽ, ഇവർ സമരം നിർത്തിയാൽ ഒരാഴ്ചക്കകത്ത് നമുക്കിത് കൊടുക്കാം, അല്ലെങ്കിൽ സമരം നിർത്തിയാൽ കൊടുക്കാം എന്നുള്ളതാണ്. ഈ ബലാബലം പിടുത്തത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഈ നമ്മുടെ ആശാ വർക്കേഴ്സിൻ്റെ യൂണിയൻകാരുടെ സമരം നിലനിൽക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട്. അവർ ഞങ്ങൾ ഇതാ വിജയിച്ചു എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി പോകാൻ സാധ്യതയുണ്ട്. 21,000 രൂപ കൊടുക്കുമോ എന്നറിയില്ല. പക്ഷേ എന്തായാലും ഇൻസെൻറ്റീവ് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഒരു കമ്മിറ്റിയെ, പഠന കമ്മിറ്റിക്ക് വെച്ചിട്ടുണ്ട്. അംഗൻവാടി ഒരു കൃത്യമായ ഒരു പഠന സമിതിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ടും കൂടെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും അതിലും എന്തെങ്കിലും മാറ്റമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ അംഗനവാടിക്കാരുടെ 2 മാസത്തിനകം ഒരു റിപ്പോർട്ട് വരണം എന്ന് പറഞ്ഞ് ഗവൺമെൻറ് പറഞ്ഞു. അത് 2 മാസം കൂടെ നീട്ടി ആ റിപ്പോർട്ടും ചിലപ്പോൾ ഒരുപക്ഷെ പുറത്തു കൊണ്ടുവരാൻ സാധ്യതയുണ്ട്.